സർ നമസ്തേ. വീര സവർക്കറെക്കുറിച്ച് നമുക്ക് ഇന്ന് കാണാം. ഒരു അധ്യാപകൻ ഒരു ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ പുകിൽ നടക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? വളരെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. അതായത് നമ്മുടെ കാസർഗോഡ് കുമ്പളയിലെ ഒരു ഗുരുപ്രസാദ് എന്ന് പറയുന്ന അധ്യാപകൻ ഒരു ക്വിസ് മത്സരത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്ന ആരാണ്? അതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, വീര സവർക്കർ. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിയെ തടഞ്ഞുകൊണ്ട് തന്നെ സമരം നടത്തി ഈ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശനോടാണ്. കാരണം വി ഡി സതീശൻ മുസ്ലിം ലീഗുകാർ കുറച്ച് ജിഹാദികളുടെ കയ്യടി കിട്ടാൻ വേണ്ടി ഒരു ദേശവിരുദ്ധ പ്രവൃത്തി നടത്തിയപ്പോൾ നിങ്ങളതിനെ അനുകൂലിക്കുകയാണ്. നിങ്ങളെന്താ ചെയ്യുന്നതെന്നറിയോ? സാക്ഷാൽ ഇന്ദിരാഗാന്ധിയെ തള്ളിപ്പറയുകയാണ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഒരിക്കൽ പറഞ്ഞത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഏറ്റവും വലിയ ത്യാഗം ചെയ്ത ആളാണ് വീര സവർക്കർ. എന്നിട്ട് ഇന്ദിരാഗാന്ധി സവർക്കർക്ക് വേണ്ടിയിട്ടൊരു സ്മാരകം ഉണ്ടാക്കുമ്പോൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം നൽകിയ ആളാണ്. അവിടെയും നിന്നില്ല. ഇന്ദിരാഗാന്ധി സവർക്കർക്ക് ഏറ്റവും നല്ല ഓർമ്മക്കായി ഒരു തപാൽ സ്റ്റാമ്പ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. സതീശൻ, നിങ്ങൾ ഇന്ദിരാഗാന്ധിയാണ് തള്ളിപ്പറയുന്നത്. നിങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആ മഹാപാരമ്പര്യത്തെയാണ്, ത്യാഗത്തെയാണ് തള്ളിക്കളയുന്നത്. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ഷംസുദ്ദീൻ ജിന്നയുടെ പ്രേതം കൂടിയിട്ടുണ്ടോ എന്നാണ് എനിക്ക് സംശയം. കാരണം സവർക്കർ ജിന്നക്കെതിരായിരുന്നു, മുസ്ലിം ലീഗിനെതിരായിരുന്നു, വിഭജനത്തിനെതിരായിരുന്നു. എട്ടണക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് വിളിച്ച ആ പഴയ മുസ്ലിം ലീഗിനെതിരായിരുന്നു വീര സവർക്കർ. ആ സവർക്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും മഹാനായ ത്യാഗിയായ മനുഷ്യനാണ്. ഞാൻ അദ്ദേഹം കിടന്ന അണ്ടമാൻ നിക്കോബാറിലെ സെല്ലുലാർ ജയിലിൽ പോയിട്ടുണ്ട്. അവിടെ ഒരുപാട് ആളുകൾ പീഡനം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ സെല്ലുലാർ ജയിലിലെ ചുമരുകൾ ഏറ്റവും ഉച്ചത്തിൽ പറയുന്നത് വീര സവർക്കർ ചെയ്ത ത്യാഗങ്ങളുടെ കഥയാണ്. അതുകൊണ്ട് വീര സവർക്കറോട് കാണിച്ചിട്ടുള്ള ഈ തമ്മാടിത്തം, അല്ലെങ്കിൽ ഒരു പാവം ഗുരുപ്രസാദ് എന്ന ദേശസ്നേഹ അധ്യാപകനോട് കാണിച്ചിട്ടുള്ള ഈ തമ്മാടിത്തം പൊറുക്കാൻ പറ്റില്ല. മുസ്ലിം ലീഗുകാർ വിചാരിക്കുന്നത് ഈ ജിഹാദികൾ കൈയടിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള മഹാഭൂരിപക്ഷം വരുന്ന ദേശീയ മുസ്ലിങ്ങൾക്ക് നിങ്ങളോട് പുച്ഛാണ്. നിങ്ങൾ ഈ BJP വിരോധവും ഈ വീരസവർക്ക് വിരോധവും അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് അവരോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. സർ, ഉത്തരേന്ത്യകളിൽ ഈ വീര സവർക്കറിനെ ആരാധിക്കുമ്പോൾ കേരളത്തിൽ ഷൂവിനോടാണ് ഉപമിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു? വീര സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിനിടയിൽ 50 കൊല്ലം ശിക്ഷിക്കപ്പെട്ട് സെല്ലുലാർ ജയിലിൽ കിടക്കുമ്പോൾ, വായുവും വെളിച്ചവും ഇല്ലാണ്ട് ആ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അദ്ദേഹം മാപ്പ് എഴുതി കൊടുത്തിട്ടാണ് വന്നതെന്നാണ് ഇവർ പറയുന്നത്. അത് നുണയാണ്. സത്യത്തിൽ നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ ബ്രിട്ടീഷുകാർക്ക് നൽകിയ കത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിലിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു അടവുപരമായ സമീപനം പലരും സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലുള്ളൊരു പ്രശ്നത്തെയാണ് ഈ ചരിത്രബോധമില്ലാത്ത ജിഹാദികൾ ഷൂ നക്കുന്നതെന്നൊക്കെ പറയുന്നത്. അവരൊന്നും മറുപടി അറിയിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സവർക്കറാണ്, മഹാനാണ്, ത്യാഗിയാണ്. അതുപോലെ തന്നെ
ദേശീയ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ നമ്മുടെ ഇന്ത്യൻ മുസ്ലിമുകളെ ചേർത്ത് നിർത്തുകയാണ് ഭാരതീയ ജനതാ പാർട്ടി ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ലോകത്തിൽ ഇത്രമാത്രം പ്രാർത്ഥനാ സ്വാതന്ത്ര്യമുള്ള, ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതത്വമുള്ള ഒരു രാജ്യം ലോകത്ത് വേറെ എവിടെയില്ല. അത് ഇന്ത്യയാണ്. അതിന് കാരണം എന്താണെന്നറിയോ? ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കൾ വിശാല ഹൃദയരാണ്. അവർ നല്ല സെക്യുലറാണ്. അവർ പോസിറ്റീവ് സെക്യുലറിസത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമാധാനത്തിൽ, ഏറ്റവും കൂടുതൽ സന്തോഷത്തിൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ തൊട്ടടുത്ത പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ നോക്കിയാൽ എന്താ സ്ഥിതി? അവിടെ പള്ളിയിൽ ധൈര്യത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റില്ല, ബോംബ് കിട്ടും. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് കലാപമാണ്, കലുഷിതമാണ്. ഇവിടെയാണ് ശാന്തി സമാധാനവും. അത് ഈ രാജ്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തിൻ്റെ ഒരു വലിയ സംഭാവനയാണ്. ഒരു കാലത്ത് കാശ്മീരിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ മിലിറ്ററി സംവിധാനത്തെ കല്ലെറിയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവിടുത്തെ ജനങ്ങൾ ഇരുകൈ നീട്ടി ഈ ഒരു സർക്കാരിനെ സ്വീകരിക്കേണ്ട, അതിനെക്കുറിച്ച് സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 370 വകുപ്പ് അല്ലെങ്കിൽ ആ പ്രത്യേക അവകാശം എടുത്തു കളഞ്ഞതിന് ശേഷം, അത് 7 കൊല്ലം പൂർത്തിയാണിപ്പോൾ. ആ കാശ്മീർ സത്യത്തിൽ ഭാരതത്തിൻ്റെ കൂടെ ലയിച്ച് ചേരുകയാണ് ചെയ്തിട്ടുള്ളത്. കാശ്മീരിലെ ജനത, കോൺഗ്രസ് എന്താ ചെയ്തത്? പ്രത്യേക സംസ്ഥാനമാക്കി, പ്രത്യേക രാജ്യം പോലെയാക്കി, പ്രത്യേക കൊടിയും പ്രത്യേക ഭരണഘടനയാക്കി കാശ്മീരിനെ ഇന്ത്യയുടെ ഒരു ദേശീയതയിൽ നിന്ന് അകറ്റി നിർത്തിയായിരുന്നു. അതിനെ ഈ ദേശീയതയുമായി സമഞ്ജസമായി സമ്മേളിപ്പിച്ചു എന്നുള്ളതാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ സംഭാവന. പിന്നെ അവിടുത്തെ തീവ്രവാദികൾ, അവിടുത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും തീവ്രവാദികളല്ല. പാകിസ്ഥാൻ്റെ സഹായത്തോടു കൂടി കാശും വാങ്ങി ഈ മാതൃരാജ്യത്തിനെതിരെ സമരം ചെയ്യുന്ന കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അവരെ ധീരമായി അങ്ങ് കൈകാര്യം ചെയ്തപ്പോൾ എല്ലാ കല്ലേറും നിർത്തി. ഇപ്പം അവിടുത്തെ യുവാക്കൾ കയ്യിൽ കല്ലിന് പകരം പൂക്കളുമായി ടൂറിസ്റ്റുകളെ സ്വീകരിക്കുന്ന മനോഹരമായ കാശ്മീരാണ്. ഭൂമിയിലെ സ്വർഗമായിരിക്കുകയാണ്. കോൺഗ്രസ് കാശ്മീരെ നരകമാക്കി, BJP സ്വർഗമാക്കി. അതാണ് കാശ്മീർ സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഡൽഹിയിലെ സമരം, പാറ്റകളുടെ സമരം. ആ സമരത്തിൽ നീറ്റ് പരീക്ഷയുടെ ഉദ്യോഗാർത്ഥികളല്ലാതെ ദേശവിരുദ്ധ ശക്തികളും കൂടെ ഇടപെട്ടിട്ടുണ്ടോ? ഉറപ്പായിട്ടും. കാരണം ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന വിവരം എന്ന് വെച്ചാൽ, പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകൾ പോലും ആ സമരത്തിൽ നുഴഞ്ഞു കയറി വലിയ ബോംബ് സ്ഫോടനങ്ങളൊക്കെ നടത്താനുള്ള പ്ലാനിങ് നടത്തിയിരുന്നു. അതൊക്കെ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗ്യത്തിന് വലിയ ദുരന്തങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ യുവാക്കളെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചു. അവർക്കിപ്പോൾ കാര്യം മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. നീറ്റ് പരീക്ഷയിൽ അപകട ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ധീരമായ നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ്റും വിദ്യാഭ്യാസ മന്ത്രി എടുത്തത്. അതായത് 20 ലക്ഷത്തിലധികം ആൾ പരീക്ഷ ചെയ്യുന്നൊരു എക്സാം പേപ്പർ ചോർന്നെന്ന് കണ്ടെത്തിയ ഉടനെ അത് റദ്ദാക്കി ഉടനെ പരീക്ഷ നടത്തി ഒരു കുറവില്ലാണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ എൻജിനീയറിങ്ങിനും മെഡിസിനും ചേർന്ന് പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും യുവജനങ്ങൾക്ക് ചില ഡിമാൻഡുകൾ ഉണ്ടായിരുന്നു. അതിനോട് വളരെ ജനാധിപത്യ രീതിയിൽ അനുഭാവപൂർവ്വമാണ് പ്രതികരിച്ചിട്ടുള്ളത്. MA ബേബിയും ബ്രിട്ടാസും ഒക്കെ അവിടെ പോയിട്ട് പറഞ്ഞു ഇവിടെ ഫാസിസമാണെന്ന്. ബേബി സഖാവേ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലമാണെന്നല്ലോ ചൈനീസ് എംബസി. ചൈനയിൽ ടിയാൻമെൻ സ്ക്വയറിൽ ഇതുപോലെ മുദ്രാവാക്യം വിളിച്ച വിദ്യാർത്ഥികളെ വലിയ ടാങ്കറുകൾ ഉപയോഗിച്ച് ചതച്ചരച്ച് കൂട്ടക്കൊല ചെയ്തിട്ടുള്ളവരാണ്
കമ്മ്യൂണിസ്റ്റുകാർ. അതാണ് അവരുടെ പാരമ്പര്യം. പക്ഷേ ഇത് മനോഹരമായൊരു ജനാധിപത്യ രാജ്യമാണ്. അവിടെ യുവാക്കൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്, അവസരമുണ്ട്. പക്ഷേ അക്രമം കാണിക്കാൻ പാടില്ല, ആയുധം എടുക്കരുത്. സത്യത്തിൽ ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി സമരത്തിൽ വിദ്യാർത്ഥികളോ ജൻസിക്കാരോ അല്ല കുഴപ്പമുണ്ടാക്കിയത്. കൃത്യമായി ഗവൺമെൻറ് ഫോട്ടോ സഹിതം കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2700ഓളം നോട്ടോറിയസ് ക്രിമിനലുകളാണ് അവിടെ അക്രമങ്ങൾ കാണിച്ചിട്ടുള്ളതെന്നുള്ളതാണ് വിവരം. അതുകൊണ്ട് ഈ അക്രമത്തെയും ഭാരതം അതിജീവിക്കും. അതുപോലെ തന്നെ നീറ്റ് പരീക്ഷയിൽ പങ്കെടുത്ത സമരക്കാർക്കെതിരെ കേസെടുക്കരുതെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞത് അങ്ങനെയല്ല. പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പറഞ്ഞത്, ഈ സമരത്തിനിടയിൽ കുറേ കുട്ടികൾ പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയെയുമൊക്കെ വളരെ മോശമായ ഭാഷയിൽ അപമാനിക്കുകയുണ്ടായി. മോദിജി ഒരു വലിയ ഋഷി തുല്യനായ മനുഷ്യനെ പോലെ ആ കുട്ടികൾക്ക് മാപ്പ് നൽകിയത് രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു മഹാസംഭവമാണ്. എന്നിട്ട് ആ കുട്ടികൾക്ക് ഉപദേശം നൽകി, എന്നെ ഇത് വേദനിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ നിങ്ങളോട് പൊറുക്കുന്നു, ഇതിൽ ആവർത്തിക്കരുത്. എത്ര മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് തന്നെ ഒരു പുതിയ പാഠമാണ്, മാതൃകയാണ്.